ബാബു ഒരു ഇമോഷനാണ്, സെൻറ്റിമെൻസാണ്. ബാബു ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. ബാബുവിനെ വിട്ടൊരു അമ്മയില്ല. അമ്മയുടെ ഫുൾ ടൈം ഡ്രൈവറാണ് ബാബു. ആ ബസ്സിനുള്ളിൽ കണ്ടക്ടർമാരും ചെക്കർമാരുമൊക്കെയായി ഒരുപാട് പേരിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ പകരക്കാരെ വയ്ക്കാം. പക്ഷേ ബാബുവിന് പകരക്കാരനില്ല. നടൻ മമ്മൂട്ടിയുടെ വാക്കുകളാണ്. പൊതുവെ അളന്നും മുറിച്ചും മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന മമ്മൂട്ടി അന്ന് അമ്മയുടെ പൊതുയോഗത്തിൽ വാചാലനായി. ബാബുവിനെ വിട്ടിട്ടൊരു അമ്മയില്ല കേട്ടോ. കാരണം ബാബു ഇതിന്റെ ഫുൾ ഡ്രൈവറില്ലാതെ നമ്മുടെ കണ്ടക്ടർമാരും ചക്കർമാരും ഒക്കെ ഇരിപ്പുണ്ട്. അതിനാണ് ഏറെ പറ്റുമൊക്കെ. എന്നാലും ബാബു വേണം. ബാബു ഇടവേള ബാബു എന്ന നടനെ, സംഘാടകനെ അടയാളപ്പെടുത്താൻ ഇതിലും മികച്ച വാക്കുകൾ വേറെയില്ല. മമ്മൂട്ടി പറഞ്ഞതുപോലെ അമ്മ എന്ന ബസ് സുഗമമായി സഞ്ചരിക്കുന്നത് കണ്ണും കാതും കൂർപ്പിച്ച് കരുതലോടെ ബാബു ആ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് കൊണ്ടാണ്. അതിലെ ഓരോ യാത്രക്കാരൻ്റെയും ലക്ഷ്യസ്ഥാനങ്ങൾ ബാബുവിനോളം കൃത്യമായി അറിയുന്ന മറ്റൊരാളില്ല. അതുകൊണ്ടാണ് 2.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും യാത്ര സുഗമമായി തുടരുന്നത്. അതിനർത്ഥം അഭിപ്രായ ഭിന്നതകളും അസ്വാരസ്യങ്ങളുമൊന്നുമില്ല എന്നല്ല. അതിനെയെല്ലാം തൻ്റെ ക്ഷമ കൊണ്ടും കർമ്മോത്സുകത കൊണ്ടും അതിജീവിക്കാൻ കഴിയുന്ന സംഘാടകനായി അമ്മനത്ത് ബാബുചന്ദ്രൻ എന്ന ഇടവേള ബാബു മാറിയിടത്താണ് മമ്മൂട്ടിയുടെ വാക്കുകൾ വീണ്ടും പ്രസക്തമാകുന്നത്. ബാബുവിന് പകരക്കാരനില്ല. തലപ്പൊക്കമുള്ള ഒരു കഥാപാത്രത്തിലൂടെ മലയാള സിനിമയുടെ തിരുവരങ്ങിലെത്തുന്നതിന് മുമ്പേ ഇരിങ്ങാലക്കുട ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലെയും ക്രൈസ്റ്റ് കോളേജിലെയും വേദികളിൽ നിറഞ്ഞാടിയ ഒരു നർത്തകൻ്റെ വേഷമുണ്ടായിരുന്നു ബാബുചന്ദ്രന്. യുവജനോത്സവ വേദികളിലും ആ മികവിൻ്റെ മിന്നലാട്ടം പലവട്ടം തെളിഞ്ഞു. സംഗീതാധ്യാപിക കൂടിയായ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ താളബോധമാണ് ബാബുവിന് സിനിമയിലും താങ്ങായത്. എന്നിട്ടും വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങളൊന്നും ആ നടനെ തേടി എത്തിയില്ല. അത് കാലം കാത്തുവെച്ച നിയോഗമായിരിക്കാം. ഒരു അഭിനേതാവിൻ്റെ തിരക്കുകളിലേക്ക് ബാബു വീണുപോയിരുന്നെങ്കിൽ, അതിൻ്റെ അലങ്കാരഭാരങ്ങൾ അദ്ദേഹത്തിന് ബാധ്യതയായിരുന്നുവെങ്കിൽ, അമ്മ പോലൊരു സംഘടനയുടെ തലപ്പത്തിലേക്ക് ഉയരാനും അവിടെ എല്ലാവരുടെയും സെൻറ്റിമെൻസായി മാറാനും ബാബുവിന് കഴിയുമായിരുന്നില്ല. നടനായില്ലെങ്കിലും അദ്ദേഹം ഏറ്റെടുത്ത റോളുകളെല്ലാം മികച്ചതാക്കി. ബാബു KSFTCയുടെ വൈസ് ചെയർമാനായിരുന്നപ്പോഴാണ് ഗവൺമെൻറ് തിയേറ്ററുകളെല്ലാം നവീകരിക്കപ്പെട്ടത്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ മാനേജറായിരുന്നപ്പോഴാണ് കേരള സ്ട്രൈക്കേഴ്സ് ഏറ്റവുമധികം വിജയങ്ങൾ സ്വന്തമാക്കിയത്. സ്റ്റേജ് ഷോകളുടെ സംവിധായകനായപ്പോഴാണ് പുകൾപ്പെട്ട പല പരിപാടികളുടെയും പിറവിക്കും കാരണമായത്. സീരിയൽ സംഘടനയായ ആത്മയുടെ തലപ്പത്തേക്കും അതിൻ്റെ പിന്നണി പ്രവർത്തകർ ബാബുവിനെ ക്ഷണിച്ചുകൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ലെന്ന് വന്നപ്പോഴാണ്. സർഗാത്മകതയുടെ പറുദീസയ്ക്ക് പുറത്ത് ഉത്തരവാദിത്തം കാത്തിരിപ്പുണ്ട് എന്ന നൊബേൽ സമ്മാന ജേതാവും ദക്ഷിണാഫ്രിക്കൻ എഴുത്തുകാരിയുമായ നദീൻ ഗോഡിമറുടെ വാക്കുകളെ അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് ഇടവേള ബാബുവിൻ്റെ ജീവിതം. ആ തിരക്കുകൾക്കിടയിൽ ബാബു മനഃപൂർവ്വം മറന്നുകളഞ്ഞതാണ് വിവാഹം. പ്രണയം വെട്ടിപ്പിടിക്കലിൻ്റേതല്ല, ത്യാഗത്തിൻ്റേതു കൂടിയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ആ മറവിയിൽ അടങ്ങിയിരിക്കുന്നത്. നടനായും സംഘാടകനായും ജീവിതത്തിലെ ഇനിയും പേരിടാത്ത പല റോളുകളിലും ഇടവേളകളില്ലാതെ ഇടവേള ബാബു അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു.